ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ലാഭം കൊയ്ത് BSNL 18 വർഷത്തിനിടെ ആദ്യമായി 2 പാദത്തിലും ലാഭം. മാർച്ച് 31 വരെ 280 കോടി രൂപയാണ് കമ്പനിയുടെ അറ്റാദായം. ഏകദേശം 2 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് കമ്പനി ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മാർച്ച് 31 വരെ 280 കോടി രൂപയാണ് കമ്പനിയുടെ അറ്റാദായം. ഒരു വർഷം മുമ്പ് ഇതേ കാലയളവിൽ BSNL 849 കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു. മൂന്നാം പാദത്തിൽ 262 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം. എന്നാൽ നാലാമത്തെ പാദത്തിൽ ഇത് മറികടക്കുകയായിരുന്നു. 2007 ശേഷം മൂന്നാം പാദത്തിലാണ് കമ്പനി ആദ്യമായി ലാഭം നേടിയത്. എന്നാൽ 2025 സാമ്പത്തിക വർഷം മൊത്തത്തിൽ നോക്കിയാൽ കമ്പനി നഷ്ടത്തിലാണ്. 2247 കോടിയാണ് കമ്പനിയുടെ മൊത്തം നഷ്ടം. എന്നാൽ തൊട്ടുമുമ്പത്തെ സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ നഷ്ടത്തിൽ ഗണ്യമായ കുറവുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ നഷ്ടം 5370 കോടിയായിരുന്നു. ഇതാണ് 2247 കോടിയായി താഴ്ന്നത്. കമ്പനിയുടെ പ്രവർത്തന വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ 7.8% വർധനയോടെ 20,841 കോടിയായാണ് BSNLന്റെ പ്രവർത്തന വരുമാനം വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആപ്പിളിന് മുന്നേറ്റം. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ ആപ്പിൾ 5ാം സ്ഥാനത്ത്. 1ാം സ്ഥാനം നിലനിർത്തി വിവോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന ബഹുമതി ഇത്തവണയും സ്വന്തമാക്കിയിരിക്കുകയാണ് ചൈനീസ് ബ്രാൻഡായ വിവോ. രണ്ടാമൻ സാംസങ്, ഓപ്പോ, റിയൽമി എന്നിവയാണ് 3ഉം 4ഉം സ്ഥാനങ്ങളിൽ. അതേസമയം ഷവോമിയെ പിന്തള്ളി ആപ്പിൾ ആദ്യ 5-ൽ ഇടം പിടിച്ചു. 2025 ആദ്യ പാദത്തിലെ കണക്കുകൾ പുറത്തു വന്നപ്പോഴാണ് ആപ്പിളിന്റെ മുന്നേറ്റം. 9.5% വിപണി വിഹിതം ആപ്പിളിനുണ്ട്. മുൻവർഷം ഇതേ കാലയളവിൽ ഇത് 7.3%. ആപ്പിൾ ഉൽപ്പന്നങ്ങളോട് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് പ്രിയമേറുന്നതും ഫിനാൻസ് സ്കീമുകളുമാണ് ഐഫോണിന്റെ വിൽപ്പന ഉയരാൻ സഹായിച്ചതെന്നാണ് ഗവേഷക സ്ഥാപനമായ IDC വ്യക്തമാക്കുന്നത്. ആപ്പിളിന്റെ മുന്നേറ്റം കൊണ്ട് 6ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഷവോമിയുടെ വിപണി വിഹിതം 7.8% കുറഞ്ഞു. നേരത്തെ ഇത് 12.8%. കഴിഞ്ഞ 2 വർഷമായി ഷവോമി ഇന്ത്യൻ വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുകയാണ്. എന്നാൽ 1ാം സ്ഥാനത്തുള്ള വിവോയ്ക്ക് 19.7% വിപണി വിഹിതം. മുൻവർഷം ആദ്യപാദത്തിൽ ഇത് 16.2%. 2ാം സ്ഥാനത്തുള്ള സാംസങ്ങിന്റെ വിപണി വിഹിതം 15.6% നിന്ന് 16.4% മെച്ചപ്പെട്ടു. ഓപ്പോയ്ക്ക് 12%, റിയൽമിക്ക് 10.6% എന്നിങ്ങനെയാണ് മറ്റു മുൻനിര കമ്പനികളുടെ വിപണി വിഹിതം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. 1200 ബസ്സുകളുടെ കരാറുമായി ഗ്രീൻസെൽ. PM ബസ് സേവാ പദ്ധതി പ്രകാരമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബസ് എത്തുന്നത്. ഒരു തവണ ചാർജ് ചെയ്താൽ 250 കിലോമീറ്ററിലധികം ദൂരം ഓടും. AI എനർജി ഒപ്റ്റിമൈസേഷൻ, AC, CCTV നിരീക്ഷണമടക്കമുള്ള ബസ്സുകൾ നിരത്തിലിറക്കാൻ ഇലക്ട്രിക് മൊബിലിറ്റി കമ്പനിയായ ഗ്രീൻസെൽ മൊബിലിറ്റി പദ്ധതിയിടുന്നു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ബസ്സുകൾ എത്തുമെന്നാണ് വിവരം. 1200 ബസ്സുകളുടെ കരാറാണ് ഗ്രീൻസെൽ നേടിയത്. ഫാസ്റ്റ് ചാർജിംഗ് ശേഷി, സീറോ ടെയിൽ പൈപ്പ് എമിഷൻ, ടൈം ട്രാക്കിംഗ് എന്നിവയുണ്ട്. ഈ ബസ്സുകൾ വിതരണം ചെയ്യുന്നതിനും വിന്യസിപ്പിക്കുന്നതിനുമുള്ള കരാറാണ് കമ്പനി നേടിയത്. PM ബസ് സേവാ പദ്ധതി പ്രകാരം 472 ബസ്സുകൾ മധ്യപ്രദേശിലെ 6 നഗരങ്ങളിൽ ഓടും. 900 ബസ്സുകൾ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട്. സീറോ എമിഷൻ ഇലക്ട്രിക് ബസ്സുകൾ വഴി ബഹുജന ഗതാഗതത്തെ പരിവർത്തനം ചെയ്യുക എന്ന ദൗത്യത്തിലെ പ്രധാന നാഴികക്കല്ലാണ് ഈ പദ്ധതികളെന്നും ഗ്രീൻസെൽ മൊബിലിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലോൺ മസ്കിന്റെ SpaceX സ്റ്റാർഷിപ്പ് വിക്ഷേപണം 9ാം തവണയും പരാജയപ്പെട്ടു. ഇന്ന് പുലർച്ചെ വിക്ഷേപണത്തിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. SpaceXന്റെ സ്റ്റാർഷിപ്പ് പ്രോഗ്രാമിന് വീണ്ടും തിരിച്ചടി. പരീക്ഷണ വിക്ഷേപണം പരാജയപ്പെടുകയും ബഹിരാകാശ പേടകം നിയന്ത്രണം വിട്ട് ചിന്നിച്ചിതറുകയും ചെയ്തു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ബഹിരാകാശ ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത വാഹനം മോക്ക് സാറ്റലൈറ്റുകൾ പുറത്തിറക്കുന്നതും ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ അതിന്റെ താപകവചം പരിശോധിക്കുന്നതും ഉൾപ്പെടെയുള്ള പ്രധാന നാഴികക്കല്ലുകൾ ഈ പരീക്ഷണത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. തെക്കൻ ടെക്സാസിലെ സ്റ്റാർബേസിൽ നിന്നായിരുന്നു 9ാമത്തെ വിക്ഷേപണം. എന്നാൽ തൊട്ടുപിന്നാലെ പ്രശ്നങ്ങൾ നേരിട്ടു തുടങ്ങി. ഡോർ തകരാറിലായതിനാൽ മോക്ക് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല.
പേലോഡ് ഡോർ പൂർണ്ണമായും തുറക്കാൻ സാധിക്കാതെ വന്നതായിരുന്നു ആദ്യത്തെ പ്രശ്നം. ഇതോടെ 8 മോക്ക് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ പുറത്തിറക്കാനായില്ല. അതിനിടെ ബഹിരാകാശ പേടകം കറങ്ങാൻ തുടങ്ങി. ഇത് നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെയും ഇന്ധന ചോർച്ചയുടെയും സൂചന നൽകിയെന്നാണ് സ്പേസ് എക്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. തത്സമയ സംപ്രേഷണത്തിനിടെ സ്പേസ് എക്സ് കമന്റേറ്റർ തന്നെ ഇതു സംബന്ധിച്ച സൂചനകൾ നൽകി. ചിന്നിച്ചിതറുന്നതിന് മുൻപ് നിയന്ത്രണവും ആശയവിനിമയവും നഷ്ടപ്പെട്ടു. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പകരം അത് ചിന്നിച്ചിതറി. അതിനിടെ ഭാവിയിലെ പരിഷ്കാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് സ്പേസ് എക്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ദൗത്യത്തിന് തയ്യാറെടുക്കാൻ ഫ്ലൈറ്റ് ഡാറ്റ വിശകലനം ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്ക് മാത്രമായി പുതിയ അത്യാഡംബര SUV-യുമായി മെഴ്സിഡസ് ബെൻസ് AMG G63 സ്പെഷ്യൽ എഡിഷൻ ജൂൺ 12-ന് ലോഞ്ച് ചെയ്യും. വാഹനപ്രേമികൾ എന്നും കൊതിയോടെ നോക്കി നിൽക്കുന്ന വാഹനമാണ് മെഴ്സിഡസ് ബെൻസിന്റെ AMG G63 എന്ന അത്യാഡംബര SUV. കരുത്തുറ്റ ഓഫ് റോഡ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ബക്കറ്റ് ലിസ്റ്റിലെ പ്രധാന മോഡലുകളിൽ ഒന്നുകൂടിയാണിത്. ഇപ്പോഴിതാ G63യുടെ ഒരു പുതിയ സ്പെഷ്യൽ എഡിഷൻ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മെഴ്സിഡസ് ബെൻസ്. കളക്ടേഴ്സ് എഡിഷൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇൻസ്പയർഡ് ബൈ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രത്യേക പതിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. 2023-ലെത്തിയ പ്രത്യേക പതിപ്പായ ഗ്രാൻഡ് എഡിഷന് ശേഷം ഇന്ത്യയിൽ ലഭ്യമാകുന്ന AMG G63 അടിസ്ഥാനമാക്കിയുള്ള രണ്ടാമത്തെ സ്പെഷ്യൽ എഡിഷനായിരിക്കും കളേഴ്സ് എഡിഷൻ. ജൂൺ 12-ന് വാഹനം ലോഞ്ച് ചെയ്യുമെന്നാണ് വിവരം. 2023-ലെ ഗ്രാൻഡ് എഡിഷൻ ഇന്ത്യ ഉൾപ്പെടെ ആഗോള വിപണിയിലെ ഉപഭോക്താക്കൾക്കായി പുറത്തിറക്കിയ പരിമിതമായ മോഡലായിരുന്നു ഇത്. എന്നാൽ മറ്റ് വിപണികളിൽ സമാനമായ കളക്ടേഴ്സ് എഡിഷൻ അവതരിപ്പിക്കില്ലെന്നാണ് മെഴ്സിഡസ് ഇന്ത്യ അറിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.